ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൂവി മെല്ലൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. ആദ്യം ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷമായാണ് വന്നിരിക്കുന്നത്. രേവതി രവിയേട്ടൻ കോഫിയൊക്കെ കൊടുക്കുക സമയത്ത് രേവതിയുടെ അമ്മ വരും, മോളെ. അപ്പോൾ രവിയേട്ടൻ പറയും, ലക്ഷ്മി വരൂ എന്ന് പറയും. ആ സമയത്ത് ചന്ദ്ര അങ്ങോട്ട് വരും. ചന്ദ്ര പറയും, ഒരു കോഫി എടുത്താണ് രേവതിയുടെ അമ്മ വേണ്ട, കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നത്, അതിന് നിനക്കല്ല കോഫി, എനിക്ക് കുടിക്കാനോ എന്ന് പറയും. എന്താ ഇത് കവററ്റൊക്കെ എന്ന് വന്നിക്കണേ രവിയേട്ടൻ ചോദിക്കും, നാളെ നല്ലൊരു ദിവസമല്ലേ, മക്കൾക്ക് സമ്മാനമായിട്ട് വന്നു പറഞ്ഞാൽ മോളെ ഒരു തട്ടെടുത്താ എന്ന് പറയും. നീ ഒരു 50 പവൻ സ്വർണം കൊണ്ടുവന്ന പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ലക്ഷ്മിയെ പലതും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടാവും. ഒരു വർഷം നിൻ്റെ മോൾ ഇവിടെ വന്ന് കയറിയതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞത് ഞങ്ങൾക്ക് ദുരന്തമാണ് ഇവിടെ എന്ന് പറയും. നിൻ്റെ ഭർത്താവിൻ്റെ ബസ്സിൻ്റെ മുമ്പ് ചാടി വീണുകൊണ്ട് നിൻ്റെ മോള് രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ലക്ഷ്മി പറയും, അന്ന് ആകെ ഷോക്കായി, ഇനി എൻ്റെ മോളെ ജീവിതം എന്താണെന്ന് വിചാരിച്ചു. പക്ഷെ നല്ലൊരു കൈകളിൽ എൻ്റെ മോളെ എത്തിച്ചേർന്നു, സച്ചിയോളെ പൊന്നു പോലെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രുതി പറയും, ഇതെന്താ അമ്മ, എന്താണ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് പഴന്തുണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര പരിഹസിക്കുന്നുണ്ട്. നിൻ്റെ അമ്മ വെച്ച് നിൻ്റെ വാർഷികം നിനക്ക് 8 സ്വർണ്ണം അങ്ങോട്ട് കൊടുത്തയക്കൽ, അങ്ങനെ ജയിലിലല്ലേ എന്ന് പറയും. ജയിലിലായാലും ഞങ്ങൾക്ക് കാശ് അയച്ച് തന്നില്ലേ, നിൻ്റെ വാർഷികത്തിന് നിനക്ക് ഇതിലും കൂടുതൽ സ്വർണ്ണമൊക്കെ ആയിട്ടാവും കൊടുത്തയക്കുക എന്ന് പറയും. അങ്ങനെ ലക്ഷ്മി ചോദിക്കും ശ്രുതിയോട്, മോളെ സുഖമല്ലേ, നിങ്ങൾ പുതിയ ഷോപ്പ് തുടങ്ങുന്നതൊക്കെ കേട്ടു, ഉദ്ഘാടനം എന്നൊക്കെ ചോദിക്കും. എൻ്റെ അച്ഛന് ജയിലിലായില്ലേ, ചെയ്യാത്ത കുറ്റത്തിന് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ പെട്ടെന്ന് എല്ലാം ശരിയായി പുറത്തിറങ്ങും. അതിന് ശ്രുതിയും കുറേ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിക്ക് ആകെ സങ്കടം. അപ്പോൾ രേവതി പറയും, എൻ്റെ അമ്മ അങ്ങനത്തെ നല്ല കാര്യമല്ലേ പറഞ്ഞത് ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരും. വർഷ രേവതിയുടെ അമ്മയുടെ അടുത്ത് നിന്ന് മുറുക്ക് പാക്കറ്റ് വാങ്ങി പൊട്ടിച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടാവില്ല, വൃത്തികെട്ട എണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്, അതാണോ നീ കഴിക്കുന്നത് എന്നൊക്കെ പറയും. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആൻറ്റി എന്നൊക്കെ പറയും. ആ സമയത്ത് സച്ചി വരും. സച്ചി വന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയും, എപ്പോഴാണ് വന്ന അമ്മ, മോനെ ഞാൻ നിങ്ങളെ വാർഷികത്തിനൊക്കെ ഡ്രസ്സായിട്ട് വന്നതാണ്, ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കും, ഒരു ഷർട്ട് ഒരു സാരിയുമാണ് പറയും. അതൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം അമ്മ രേവ് ക്ലാസ് കഴിഞ്ഞ് വരാനായില്ലേ, അമ്മ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രേവതി അമ്മ യാത്രയാക്കും. ആ സമയത്ത് അമ്മക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരും. എന്താ രേവതി, അമ്മയ്ക്ക് ഇത്ര വിഷമം എന്ന് ചോദിക്കും. ഒന്നുമില്ല സച്ചേട്ടാ, അമ്മയ്ക്ക് എന്നെ കണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണെന്ന് പറയും. അങ്ങനെ അമ്മ പോയി രേവതി കിച്ചണിലേക്ക് പോകുമ്പോൾ, രേവതി ചന്ദ്രമതി അങ്ങോട്ട് വരും, കൂടെ ശ്രുതിയും ഉണ്ടാവും. നീ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ വള്ളിപ്പുള്ളി വിടാതെ നിൻ്റെ അമ്മയെ അറിയിക്കുകയാണെന്ന് നിൽക്കും. എന്താ അമ്മയെന്ന് നിൽക്കും. ശ്രുതിയുടെ അച്ഛൻ ജയിലിലായ കാര്യം നിൻ്റെ അമ്മ പറയാൻ, ശ്രുതിയുടെ അച്ഛൻ്റെ ബന്ധുവാണോ നിൻ്റെ അമ്മ, അങ്ങനെ ജയിലിലായി നിൻ്റെ അമ്മയ്ക്ക് എന്താ അത്ര ഇത് എന്നും, നിൻ്റെ അമ്മ നിന്നെ വന്ന് കണ്ടു പോകുക, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്. ശ്രുതി പറയും, എനിക്കതൊട്ടും ഇഷ്ടമല്ല രേവതി, നിൻ്റെ എന്തെങ്കിലും കാര്യം ഞാൻ നിൻ്റെ വീട്ടുകാർ അച്ഛനോടോ കൊച്ചച്ഛനോടൊക്കെ പറയുന്നുണ്ടോ, അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവും. ശ്രുതിയോട് പറയും, അമ്മ എന്തും പറഞ്ഞോട്ടെ, അത് ഞാൻ ഇതാക്കും ശ്രുതി, ഇത് നിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ അമ്മ പറഞ്ഞത്, അതിലെന്ത് തെറ്റാണുള്ളത് എന്ന് പറഞ്ഞ് രേവതി അവിടെ നിൽക്കും. അങ്ങനെ ശ്രുതി അങ്ങോട്ട് പോകും. പിന്നെ കാണിക്കുന്നത് രേവതി ഡ്രസ്സെറ്റ് സച്ചി എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നു. ഇത് കണ്ട ചന്ദ്ര വിചാരിക്കും, രാവിലെ നടന്ന സംഭവങ്ങൾ രേവതി സച്ചിയോട് പറയാനാണ് പോകുന്നതെന്ന് വിചാരിച്ച് ചന്ദ്ര പിന്നാലെ പോയി ഒളിഞ്ഞ് നിന്ന് കേൾക്കും. സച്ചിയേട്ടാ, ഇതാ അമ്മ കൊണ്ടുവന്ന ഷർട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഇട്ട് നോക്കുമെന്നൊക്കെ പറയും, കൊടുക്കും. നന്നായിട്ടുണ്ട്, നല്ല കളറ് എന്ന് പറയും. നാളെ ഇത് ഇട്ടിട്ട് വേണം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. സച്ചി പറയും, ഞാനില്ല രേവതി, നമുക്ക് അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരാ, അതെന്താ സച്ചേട്ടാ എൻ്റെ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കും. ഒന്നുമില്ല രേവതി, ശരത്തിനോടുള്ള ദേഷ്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവന് എൻ്റെ അനിയനല്ലേ, നിങ്ങളൊരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അവനോട് എല്ലാം തെറ്റും പുറത്ത് കൊടുക്കണം, അവനറിയാതെ, അവന് പഠിക്കുന്ന കുട്ടിയാണ് സച്ചേട്ട. ഇനി ആൻ്റണിയോടുള്ള എല്ലാ ഇടപാടും ഒഴിവാക്കി അവൻ നല്ലപോലെ പഠിച്ചോളും, സച്ചേട്ട ഇങ്ങനെ അകൽച്ച കാട്ടി നിൽക്കരുത് എന്ന് പറയും. നാളെ നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ചന്ദ്ര തിരിഞ്ഞു പോകുന്നത് രേവതി കണ്ടത്. അവർ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയോട് അമ്മയെന്ന് വിളിക്കൂ. ചന്ദ്ര
അവിടെ ചന്ദ്ര തിരിഞ്ഞു നോക്കും. എന്താണെന്ന് നോക്കും. അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുക? ഞാൻ സച്ചിയോട്ടനോട് രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു എന്ന് ചോദിക്കും. ഛത്രപതി ഒന്നും സംസാരിക്കില്ല. എനിക്ക് ഈ വീടിൻ്റെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീടിന് മനസ്സമാധാനം കെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്നും ഈ വീട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കാരണം ഞാൻ ഒരു കാര്യവും സച്ചിയേട്ടനോട് പറഞ്ഞ് ഈ വീട്ടിൽ കലഹം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോകും. ഇത് കേട്ട ചന്ദ്ര ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡുമായി നാളെ കാണാം. ഓക്കെ, ബൈ.